ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് നല്ലൊരു അടിപൊളി നെല്ലിക്കക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 7 നെല്ലിക്ക ഞാൻ ഇതുപോലെ കട്ട് ചെയ്തൊരു മൺപാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് മൂടി വെച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. അതവിടെ നിന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. 5 ടേബിൾ സ്പൂൺ 5-6 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര, ഒരു മുളക്, ഇതെല്ലാം കൂടി നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ നെല്ലിക്ക നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു മാഷർ വെച്ചോ ഒരു തവി വെച്ചോ ഒന്ന് നല്ലപോലെ ഒന്ന് ഉടച്ചിട്ടെടുക്കാം. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചേക്കുന്ന തേങ്ങാക്കൂട്ടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കറിയുടെ ലൂസ് അനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു താളിപ്പ് റെഡിയാക്കാനുണ്ട്. എണ്ണ ചൂടായിലേക്ക് ഉലുവയും കടുകും പൊടിച്ചതിന് ശേഷം വറ്റൽമുളകും വേപ്പിലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാനേ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും നിങ്ങൾ വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി നെല്ലിക്കക്കറിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ ബൈ.